ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അബ്ജുദീപ് കെ ഒരു സമരമൊക്കെ നടത്തിയതിനു ശേഷം അടുത്ത ഒരു സമരം പ്രഖ്യാപിച്ചത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗ്രാമപ്രദേശങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ സ്കൂളുകളിൽ വലിയ രീതിയിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അടുത്ത അബ്ജുദീപ് കെയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു നീക്കമാണ് അബ്ജുദീപ് കെ നടത്തുന്നത്. പഞ്ചാബിലേക്ക് പോവുകയോ, അതായത് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിലേക്ക് പോകുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി അവിടുത്തെ സ്കൂളുകളിലെ അവസ്ഥയെ പറ്റി ഒന്ന് ചർച്ച നടത്തുകയോ ഒന്നും അബ്ജുദീപ് കെ ചെയ്തില്ല. ജാർഖണ്ഡിൽ അവിടുത്തെ PSC ചോർച്ചയുമായി ബന്ധപ്പെട്ട്, പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ അബ്ജുദീപ് കെ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല, കാരണം അവിടെ കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു കക്ഷിയാണ് അബ്ജുദീപ് കെ എന്ന് പറയുന്നത്. നിലവിൽ മഹാരാഷ്ട്രയിലെ ലാത്തൂർ ജില്ലയിൽ സർക്കാർ സ്കൂളിൽ അനുമതിയില്ലാതെ പ്രവേശിക്കുകയും ഔദ്യോഗിക പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കോക്രോച്ച് ജനതാ പാർട്ടി കൺവീനർ അബ്ജുദീപ് കെക്കെതിരെ മുംബൈ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരിക്കുകയാണ്. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിലേക്ക് ഒരു സന്ദർശനം എന്നോണം, അതായത് ഞാൻ എന്തോ വലിയ ഒരാളാണ്, ഞാൻ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധ്യാപകർ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബ്ജുദീപ് കെയും അതോടൊപ്പം തന്നെ കുറച്ച് ആളുകളും കൊണ്ട് നേരെ സ്കൂളിന്റെ അകത്തേക്ക്, അതായത് ക്ലാസ് റൂമിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നു. അധ്യാപകരുടെ പഠിപ്പ്, അതായത് അവരുടെ ജോലിയൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതി, വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന രീതി, വിദ്യാർത്ഥികളോട് ഒരു ദേശീയ ഭാവത്തിലേക്ക് ചോദിക്കുന്ന ഒരു രീതി, അനുമതിയില്ലാതെ വനിതാ അധ്യാപകരുടെ ഫോട്ടോ എടുക്കുന്ന ഒരു രീതിയൊക്കെയാണ് അവിടെ ഉണ്ടായത്. കൂടാതെ അധ്യാപകരുടെയൊക്കെ, അതായത് വനിതാ അധ്യാപകരെ മാത്രം തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് അബ്ജുദീപ് കെ എടുത്തത്. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബ്ജുദീപ് കെ അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപകരും അതോടൊപ്പം തന്നെ അധ്യാപകരും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുംബൈ പോലീസ് അബ്ജുദീപ് കെക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. പാർട്ടി പ്രവർത്തകൻ അജിൻക്യ ഷിൻഡെ ഉൾപ്പെടെ മറ്റ് CJP പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഔസ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജവാലിയിൽ ജില്ലാ പരിഷത്ത് ഉറുദു സ്കൂളിലാണ് സംഭവം നടന്നത്. സ്കൂളിലെ അധ്യാപിക സയ്യദ് ഷംതാൻ ബാനോ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അനുമതിയില്ലാതെ അഭിജിത്തും സംഘവും സ്കൂൾ പരിസരത്ത് പ്രവേശിച്ചെന്നും വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുന്ന് സ്കൂളിലെ സൗകര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയും സർക്കാർ ഔദ്യോഗിക പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. സ്കൂൾ സന്ദർശനത്തിന്റെയും വിദ്യാർത്ഥികളുമായുള്ള ആശയവിനിമയത്തിന്റെയും ദൃശ്യങ്ങൾ അഭിജിത്ത് പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതായും പരാതികൾ പറയുന്നുണ്ട്. കൂടാതെ സന്ദർശനത്തിനിടെ മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ക്ലാസ് മുറികളിൽ ഇരുത്തിയതായി അഭിജിത്ത് ആരോപിച്ചതായും അധ്യാപകരെ സസ്പെൻഡ് ചെയ്യിക്കണമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അനുമതിയില്ലാതെ മുനിസിപ്പൽ സ്കൂളുകളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് CJP പ്രവർത്തകരെ മുംബൈയിലെ വിദ്യാഭ്യാസ വകുപ്പ് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിനായി ആക്രമണമോ അല്ലെങ്കിൽ ക്രിമിനൽ ബലപ്രയോഗമോ നടത്താൻ, അനധികൃതമായ കെട്ടിടത്തിൽ പ്രവേശിക്കൽ, ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ, ക്രിമിനൽ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. കൂടാതെ രാജസ്ഥാനിലടക്കം അശുതോഷ് റാണയ്ക്കെതിരെ, അതായത് CJP വക്താവായ അശുതോഷ് റാണയ്ക്കെതിരെ അവിടുത്തെ ജനങ്ങൾ ഓടിച്ചിട്ട് അടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് കണ്ടതാണ്. അതായത് പാർട്ടി പ്രവർത്തകരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇപ്പോൾ ഓരോ സംസ്ഥാനത്തിലെയും ജനങ്ങൾക്ക് മനസ്സിലായി. അവരിപ്പോൾ അബ്ജുദീപ് കെയും അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടരെയും എവിടെ കണ്ടാലും ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു രീതി, അവിടുത്തെ ജനങ്ങളടക്കം ഇപ്പോൾ കൈവയ്ക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഈ അബ്ജുദീപ് കെയൊക്കെ സ്കൂളിലേക്ക് ഒരു അനുവാദമില്ലാതെ കയറി വരാനുള്ള അനുവാദം അല്ലെങ്കിൽ അതിനുള്ള പെർമിഷൻ ആരാണ് തന്നത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ഉയരുന്നത്. ഇയാൾ ഒരു ഡിസ്ട്രിക്ട് ഓഫീസറാണോ, അതായത് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസറാണോ അല്ലെങ്കിൽ AEO വല്ലതാണോ? ഒരു സ്കൂളിലേക്ക് കയറി വന്ന അവിടുത്തെ പ്രവർത്തനം എന്താണ്? അവിടുത്തെ അധ്യാപകരുടെയൊക്കെ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായിട്ട് ഒരു ആശയവിനിമയമൊക്കെ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായി ഒരു ചർച്ചയൊക്കെ നടത്താൻ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ഇവർ ആരാണ് എന്നൊരു ചോദ്യമാണുള്ളത്. അതായത് മൊത്തത്തിൽ സ്കൂളിന്റെ അന്തരീക്ഷം മൊത്തത്തിൽ തകർക്കുക, സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക, അവിടെ ഒരു അലങ്കോലിടുക. അതായത് അബ്ജുദീപ് കെയുടെ കണക്കുകൂട്ടൽ ഇതായിരുന്നു. സ്കൂളിലേക്ക് അബ്ജുദീപ് കെ ഉൾപ്പെടെയുള്ള 3-4 CJP പ്രവർത്തകർ കയറി വരുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് അബ്ജുദീപ് കെ അറസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ സ്കൂൾ മൊത്തത്തിൽ അടിച്ചു തകർക്കുക, അതായത് അബ്ജുദീപ് കെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്കൂളൊക്കെ ഒരു ആക്രമണം നടത്തുക, സ്കൂളൊക്കെ അടിച്ചു തകർക്കുക എന്നൊരു രീതി, അവിടെ ഒരു ക്രമസമാധാനം തകർക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് മറ്റുള്ള ഏജൻസികളെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട്
മുംബൈയിലേക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്രമണം സംഘടിപ്പിക്കുക. അതായിരുന്നു ഡൽഹിയിൽ നടന്നതുപോലെ ഒരു ആക്രമണം മുംബൈയിലും സംഘടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അഭിജിത്ത് ദീപ്കയുടെ കണക്കുകൂട്ടലുണ്ടായത്. പക്ഷേ പോലീസ് എല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു പക്വതയോടുകൂടി അല്ലെങ്കിൽ ഒരു മാന്യമായ രീതിയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രൊവക്കേഷൻ വേണ്ട എന്ന നിലയിലേക്കാണ് മുംബൈ പോലീസ് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ വച്ച് അഭിജിത്ത് ദീപ്കെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യേണ്ട എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷം അതായത് പുറത്തു പോകണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വന്നു. മേലാൽ സർക്കാർ സ്കൂളുകളിലേക്ക് അഭിജിത്ത് ദീപ്കയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ആരും തന്നെ കയറരുത് എന്നൊരു നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് അവർക്ക് നൽകുന്നു. അതിന്റെ ഇതിൽ ഇവർ പിരിഞ്ഞു വന്നു. അതിനുശേഷമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ആ സ്കൂളിലെ പ്രധാന അധ്യാപകർ അതോടൊപ്പം തന്നെ മറ്റ് അധ്യാപകരെല്ലാം തന്നെ പരാതി കൊടുക്കുന്നത്. അതായത് തന്റെ ഡ്യൂട്ടി, അതായത് സർക്കാർ ഉദ്യോഗസ്ഥനായ അധ്യാപകരുടെ അടക്കം ഡ്യൂട്ടികൾ തടസ്സപ്പെടുത്തുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരുടെ വീഡിയോകൾ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പ്രധാന അധ്യാപകർ ഒരു പരാതി നൽകിയത്. അതിനുശേഷം അധ്യാപകർ നൽകിയ പരാതി എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. അതായത് എൻ്റെ ജോലി എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്, അധ്യാപനമാണ്. ആ അധ്യാപകരായ നമ്മളെ പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല, ആരുടെയും അനുവാദമില്ലാതെ ക്ലാസ് റൂമിലേക്ക് കയറി വരുന്നു, വിദ്യാർത്ഥികളുടെ കൂടെയൊക്കെ ഇരിക്കുന്നു. ഒരു അധ്യാപകർ എന്ന രീതിയിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ അതൊന്നും മൈൻഡ് ആക്കാതെ ഒരു പുച്ഛഭാവത്തിലാണ് അഭിജിത്ത് ദീപ്കെ അടക്കം നിന്നത്. എന്നിട്ട് വിദ്യാർത്ഥികളെയൊക്കെ പിടിച്ചുകൊണ്ട് വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ ഉള്ള ഒരു ശ്രമം നടത്തി എന്നൊക്കെയാണ് പരാതി ഉള്ളത്. അങ്ങനെയാണ് മുംബൈ പോലീസ് അഭിജിത്ത് ദീപ്കയുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു കടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ പോയത്. അതായത് അങ്ങനെ വരുമ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ.